കേരള രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പാതയിലാണ് ഓരോ പാർട്ടിയും. കേരളത്തിലെ രാഷ്ട്രീയ രംഗം പതിറ്റാണ്ടുകളായി ഇടതുപക്ഷവും കോൺഗ്രസും നയിക്കുന്ന മുന്നണികൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടങ്ങളാൽ ശ്രദ്ധേയമാണ്. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്ഥാനം നേടിയ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രബലരായ നേതാക്കളെ കണ്ണായിടങ്ങളിലൊക്കെ നിർത്തി കുത്തക തകർക്കാനാണ് BJP ഇക്കുറി ലക്ഷ്യമിടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജില്ലാ ഘടകങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മാറുകയാണ്. 6 മണ്ഡലങ്ങളാണ് ശോഭയുടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ BJPയുടെ സജീവവും ശ്രദ്ധേയവുമായ വനിതാ നേതാവാണ്. പാർട്ടിയുടെ വനിതാ മുന്നണിയിലൂടെയാണ് അവർ പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ ശ്രദ്ധ നേടിയത്. തീവ്രമായ രാഷ്ട്രീയ പ്രസംഗ ശൈലിയും നിലപാടുകളിലെ വ്യക്തതയും അവരെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേറിട്ട വ്യക്തിത്വമാക്കി. സംസ്ഥാനത്തുടനീളം വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ച അനുഭവം അവർക്കുണ്ട്. ഓരോ മത്സരവും വിജയം എന്ന നിലയിൽ അവസാനിച്ചിട്ടില്ല എങ്കിലും വോട്ട് ശതമാനത്തിലെ വർധനവും സംഘടനാ വളർച്ചയിലും അവർ വഹിച്ചു വരുന്ന പങ്കും രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടിപ്പിച്ച പ്രകടനം BJPക്ക് ആത്മവിശ്വാസം നൽകിയ ഘടകമായി. പരമ്പരാഗതമായി ശക്തമായ മുന്നണികളുള്ള മണ്ഡലങ്ങളിൽ പോലും BJPക്ക് ഗണ്യമായ വോട്ട് ശതമാനം നേടാൻ കഴിഞ്ഞത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ പശ്ചാത്തലത്തിലാണ്